ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 4 യുഗങ്ങളാണ് നമ്മൾക്കുള്ളത്. അതിൽ ആദ്യത്തെ യുഗമായ ഹൃദയയുഗം, അതായത് സത്യലോകം. ഇവിടെ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ തപസ്സിലൂടെയാണ് കഴിയുന്നത്. തപസ്സിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാണ് നമ്മൾ ഹൃദയയുഗത്തിലെ കാര്യങ്ങൾ നേടുന്നത്. രണ്ടാമത്തെ യുഗമായ ത്രേതായുഗം. ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ വഴിയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേടുന്നത്. എല്ലാ ഭാഗ്യവും കിട്ടാൻ വേണ്ടി കഠിനമായ യജ്ഞങ്ങൾ നടത്തിയാണ് നേടുന്നത്. മൂന്നാമത്തെ യുഗമായ ധോപരയുഗം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനെ പ്രീതിപ്പെടുത്തി തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നാലാമത്തെ യുഗമായ കലിയുഗത്തില് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. മന്ത്രോച്ചാരണത്തിലൂടെയും ഭഗവാന്റെ പ്രീതി കിട്ടുന്ന രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയും നമ്മൾക്ക് ഭഗവാനെ നേടാൻ കഴിയും. ഈ 4 യുഗത്തിലും ശ്രേഷ്ഠമായ യുഗം കലിയുഗം തന്നെയാണ്. അത് കാരണം ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം നേടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി ഒരുക്കുക എന്നതാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ഭാഗ്യം നേടിയെടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും, ഭഗവാന് നൽകാൻ കഴിയും. എല്ലാവർക്കും ഈ സൗഭാഗ്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, ഈ മഹാഭാഗ്യം നേടിയെടുക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.